2026 പത്മഭൂഷൺ ദേശീയ പുരസ്കാരം പ്രിയങ്കരനായ നടൻ മമ്മൂട്ടിക്ക് ലഭിച്ചതോടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിയ നടനായി മമ്മൂട്ടി മാറിയിരിക്കുകയാണ്. ഇത്രത്തോളം അവാർഡ് ലഭിച്ച മറ്റൊരു സംസ്ഥാന നടൻ അല്ലെങ്കിൽ ഭാഷാ നടൻ ഇല്ല എന്നൊരു പ്രത്യേകതയും മമ്മൂട്ടിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലഭിച്ചിരിക്കുന്ന സംസ്ഥാന ദേശീയ അവാർഡ് മറ്റ് പുരസ്കാരങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നൂറുകണക്കിന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സംസ്ഥാന ദേശീയ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കൊന്നൊരു അവലോകനം ചെയ്യാം. ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചത്. 3 തവണയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭ്യമായത്. അത് വർഷവും പുരസ്കാരം നമ്മൾ നോക്കുന്ന സമയത്ത് 1989 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനും മതിലുകൾ എന്ന ചിത്രത്തിനുമാണ് അങ്ങനെ ദേശീയ പുരസ്കാരം ലഭിച്ചത്. 1993 വിധേയൻ എന്ന് പറയുന്ന ചിത്രത്തിനും പൊന്തൻമാട എന്ന ചിത്രത്തിനും അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു. 1998 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന് പറയുന്ന ചിത്രത്തിന് ഈ പറയപ്പെട്ട അഭിനയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇനി കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചത് 1984 അടിയൊഴുക്കുകൾ, 1989 ഒരു വടക്കൻ വീരഗാഥ, മൃഗയ, മഹായാനം 3 സിനിമകളെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ്. 1993 വിധേയൻ, പൊന്തൻമാട, വാത്സല്യം ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന അവാർഡ് ലഭിച്ചു. 2004 കാഴ്ചക്ക് ലഭിച്ചു. 2009 പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലഭിച്ചു. 2014 മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമക്ക്, 2022 നല്ല നേരത്ത് മയക്കം എന്ന സിനിമക്ക്, 2025 ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമക്ക്. അങ്ങനെയാണ് സംസ്ഥാന ദേശീയ അവാർഡ് ലഭിച്ചതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ ഈ പറഞ്ഞത്. പിന്നീട് അന്തർദേശീയ അവാർഡ് എന്ന് പറയുന്ന സമയത്ത് രാജ്യത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന മറ്റ് പ്രവാസി സംഘങ്ങൾ അടക്കമുള്ള അവാർഡുകൾ, ആ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം 75ഓളം അവാർഡുകൾ അങ്ങനെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭാഷാ നടൻ എന്ന നിലക്ക് ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലഭിച്ച വ്യക്തിയായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് പുരസ്കാരം ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് 1981 മികച്ച സഹനടനുള്ള അഹിംസ എന്ന് പറയുന്ന ഈ പുരസ്കാരം ലഭിച്ചു. 85 സ്പെഷ്യൽ ജൂറി അവാർഡ് യാത്ര, നിറക്കൂട്ട് എന്ന് പറയുന്ന സിനിമക്ക് ലഭിച്ചു. മറ്റ് പ്രധാന ബഹുമതികൾ അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈ പറയുന്നത്. 1998 പത്മശ്രീ ലഭിക്കുന്നു. 2022 കേരള പ്രഭ ലഭിക്കുന്നു. 2026 ഈ വർഷം പത്മഭൂഷൺ ലഭിക്കുന്നു. ദേശീയ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മറ്റ് ഭാഷാ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട അവാർഡ് ലഭിച്ചത്. അദ്ദേഹം ഹിന്ദി ഭാഷയിലും ഒരു ഇംഗ്ലീഷ് ഭാഷയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിരിക്കുന്ന മറ്റൊരു 2 ജൂറി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അത് പിന്നെ ഈ ലിസ്റ്റിൽ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യാടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ഭാഷയിൽ, അതിൽ ദേശീയ ഭാഷ ആയിരിക്കുന്ന ഇന്ത്യ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ച വ്യക്തിയും ഇപ്പോഴും ഏകദേശം 75 വയസ്സ് അങ്ങനെ ആണ് പറയുന്നത്. ആ പ്രായത്തിൽ ഇപ്പോഴും അഭിനയിക്കുന്ന വ്യക്തിയും അപൂർവമായിട്ടാണ്. അന്നത്തെയും ഇന്നത്തെയും അഭിനയമായിട്ടും ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി മെച്ചം കൂടിയിട്ടുണ്ട് എന്നല്ലാതെ അഭിനയ മികവിൽ പിറകോട്ട് പോയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ മറ്റൊരു വശം, കേരള ചലച്ചിത്ര അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ സിനിമാ നടന്മാരുടെ സംഘടനയായിരിക്കുന്ന അമ്മയായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത കാര്യങ്ങളൊക്കെ പുരസ്കാരങ്ങളും പരാതികളും ആവലാതികളും പീഡനങ്ങളും സാമ്പത്തിക വിഷയങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. മഹാനടന്മാരെക്കുറിച്ചൊക്കെ പല പരാതികളും വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് അവർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഒന്നും മമ്മൂട്ടിയുടെ പേര് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് കുടുംബ ബന്ധം വളരെ കൃത്യതയോടുകൂടി നിലനിർത്തി സിനിമാ രംഗത്തും സജീവമായി, മതരംഗത്തും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ അഭിനയിച്ചു വരിക അല്ലെങ്കിൽ ആ കലാരംഗത്ത് സജീവമായ വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ്. ഈ സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മതപരമായ രീതിയിൽ അനുവദിക്കപ്പെട്ട മേഖലയൊന്നുമല്ല, അത് മറ്റൊരു വശം.
മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോ അതിൽ അഭിനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ അതല്ലെങ്കിൽ അതിന് മറ്റ് മതപരമായിരിക്കുന്ന ഈ കാര്യത്തിലൊക്കെ ഒരു കളിയാക്കൽ പോലെ എതിർക്കൽ പോലെ വിമർശിക്കുന്നതൊക്കെ സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു നല്ലൊരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് മതപരമായ അതിൻ്റെ വ്യവസ്ഥയില്ല എന്ന് മാത്രമല്ല അതിനൊക്കെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ശുദ്ധമായിരിക്കുന്ന പണമായിട്ട് ലഭിക്കുന്നത് മതപരമായ രീതിയിൽ പ്രചരണം നടത്തുകയും പ്രബോധനം ചെയ്യുകയും അങ്ങനെ ലഭ്യമാകുന്ന പണം എന്ന് പ്രത്യേകമായ രീതിയിൽ നമ്മുടെ ഇസ്ലാം മതം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശുദ്ധമായിരിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചിട്ട് ലഭിക്കുന്ന, അതായത് മുസ്ലിംമാർക്ക് പള്ളിയിലെ കാതികൊക്കെ ലഭിക്കുന്നതാണ് ഏറ്റവും വിശുദ്ധമാക്കപ്പെട്ട പണം. ആ ലിസ്റ്റിലൊന്നും സിനിമാ ഫീൽഡിൽ ലഭിക്കുന്നവരുടെ ലിസ്റ്റൊന്നും എവിടെയില്ല. സിനിമാ ഫീൽഡ് മതപരമായി തെറ്റ് തന്നെയാണ്, അത് അനുകൂലമൊന്നുമല്ല. കലാപരമായ രീതിയിലും നമ്മുടെ ഇന്ത്യയുടെ കാഴ്ചപ്പാടിനും അനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹത്തിലുള്ള ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം തകരാത്ത രീതിയിൽ 75 വർഷം, ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ഈ പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. 18-ാമത്തെ 19-ാമത്തെ വയസ്സിൽ ആ റേഞ്ചിൽ സിനിമയിൽ കയറിയിട്ടുണ്ട് കക്ഷി. അപ്പോൾ ഒരു 50 വർഷത്തെ രാഷ്ട്രീയ ഈ സിനിമ ഫീൽഡ് പാരമ്പര്യമുള്ള വ്യക്തി കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. 75 വയസ്സിൽ നിന്ന് 25 കുറച്ച് 50 കൊല്ലമായി. അത്രയും കാലത്തിൻ്റെ ഇടയിൽ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലൈംഗിക വിഷയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട് പരാതി പറഞ്ഞ് ഒരു നടികളും മുന്നോട്ട് വന്നിട്ടില്ല. നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ അമ്മ തെറ്റിപ്പിരിഞ്ഞു, ഇതിന് മുമ്പ് തെറ്റിപ്പിരിഞ്ഞു, പല വിഷയങ്ങളുണ്ടായി. ഇങ്ങനെ പിരിയാനുള്ള കാരണം എന്താണ്? കൊടിയ പീഡനങ്ങൾ. അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആൾ മുതൽ അതിൻ്റെ അവസാനം നിൽക്കുന്ന ആൾ വരെ പലതരത്തിലും പല രീതിയിലും സാമ്പത്തിക രംഗത്തും മറ്റു രംഗത്തുമൊക്കെ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചെയ്തത് എന്ന് കൃത്യമായ തെളിവോടുകൂടി പരാതി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയുടെ സെക്രട്ടറിക്കടക്കം രാജിവെച്ചുകൊണ്ട് അമ്മയുടെ സെക്രട്ടറിയും പ്രസിഡന്റും മൊത്തത്തിൽ എല്ലാവരും കൂട്ടരാജികളൊക്കെ നടന്നിട്ടുണ്ട്, ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയുടെ വിഷയങ്ങൾ ഇപ്പോൾ നടക്കുന്ന സമയമാണ്. ഇപ്പോൾ അവസാനത്തെ ശ്വേതാ മേനോനായിരുന്നു പ്രസിഡന്റ്, രാജിവെച്ചു. നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് രാജിവെച്ചു എന്ന് മാത്രമല്ല അംഗത്വം രാജിവെച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജനറൽ മീറ്റിങ്ങിൽ വെച്ച് ആ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാർ അമ്മയിലെ അംഗത്വവും അതോടെ കൂടി തന്നെ ജനറൽ ബോഡി മെമ്പർഷിപ്പ് സ്ഥാനം പോലും രാജിവെച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിനിമാ ഫീൽഡ് സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് വരാൻ പോകുന്ന തലമുറയ്ക്ക് കൃത്യമായിരിക്കുന്ന ഒരു മാതൃക കാണിക്കൽ കൂടി അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസകരമായിരിക്കുന്ന അല്ലെ ദരിദ്രമായിരിക്കുന്ന അല്ലെ കാർഷിക മേഖല, സാമൂഹ്യ മേഖല, രാഷ്ട്രീയ മേഖലയൊക്കെയുള്ള സ്ഥിതി കാര്യങ്ങളൊക്കെ ആക്ഷേപാസ്യത്തിലോ അതല്ലാത്ത രീതിയിലോ പറയുന്ന സമയത്ത് അതിൽ നിന്നൊരു നോളജ് ഉരുത്തിരിയാറുണ്ട്. കുടുംബ പശ്ചാത്തലം കുടുംബ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. എന്നാൽ ജീവിതത്തിൽ നേരെ വിപരീത ദിശയിലും സിനിമയിൽ മറ്റൊരു ദിശയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹിന്ദി സിനിമാ നടന്മാരെ കുറിച്ചുള്ള ഒരു പരാമർശം ഇതിന് മുമ്പ് വന്നിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന വില്ലന്മാരുടെ പണി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊല്ലുക, എല്ലാവരും ക്രൂരമായിക്ക പ്രവർത്തികൾ വരിക, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തുക, അല്ലെങ്കിൽ പീഡനങ്ങൾ നടത്തുക. ഇങ്ങനെയാണല്ലോ ഇപ്പോൾ വില്ലന്മാരുടെ ജോലി ഒരു സിനിമയിൽ ഉണ്ടാവുക. ജീവിതത്തിൽ അവരെ കണ്ടുമുട്ടുന്ന സമയത്തും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പീഡിപ്പിക്കപ്പെട്ടവർ അല്ല ആ ബോംബിട്ടവർ എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാനസികമായിട്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി ഒരു യാഥാർത്ഥ്യം സത്യങ്ങൾ തുറന്നു പറയുക. അപ്പോൾ അതിന് പറയുന്നത് ഇന്ത്യയിലെ വില്ലന്മാരാണ് ജീവിതത്തിൽ ഏറ്റവും ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവർ. സന്തോഷകരമായിരിക്കുന്ന ഒരു ജീവിതം മാതൃകയാക്കാൻ പറ്റിയവർ സിനിമയിലെ വില്ലന്മാരാണ്. സിനിമയിലെ നായകന്മാരാകുന്നവരോ ഒരു ജാട കാണിക്കുന്നവരും സാമൂഹ്യപരമായ രീതി സഹായം നൽകാത്തവരും ജനങ്ങളെ മറ്റൊരു തരത്തിൽ കാണുന്നവരും ആ തരത്തിലാണ് ഇന്ന് പറയപ്പെടാറുണ്ട്. അത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയമുണ്ട്. ഏറെക്കുറെ മലയാള സിനിമ അങ്ങനെ തന്നെയാണ്. എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇത് കൃത്യമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, എന്തൊക്കെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. കുടുംബ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട് മുകേഷിനെ കുറിച്ച് അറിയാം. അയാളുടെ കുടുംബ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട് എത്രാനും ആളുകളുടെ ഈ തെറ്റിപ്പിരിഞ്ഞു പോകുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ മതപരമായ രീതിയിൽ 2-3 കല്യാണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക വിഷയത്തെയൊക്കെ കളിയാക്കിയിട്ട് സിനിമ ഇറക്കിയ ആളുകളൊക്കെ അവർ ഒരു ഭാര്യ തന്നെ നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും രണ്ടൊന്നുമല്ല, പല സംഭവങ്ങളും പല രീതിയിലും ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലൊക്കെ അങ്ങനെ ഒരുപാട് ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു റൂട്ടിലൂടെയാണ് മലയാള സിനിമകളൊക്കെ എല്ലാ കാലത്തും കടന്നു പോകുന്നത്. അവിടെയെല്ലാം മികച്ചു നിൽക്കുന്ന ഒരു നടൻ്റെ പേരാണ് മമ്മൂട്ടി. കുടുംബ പശ്ചാത്തലം കൃത്യമാക്കുന്നു, മതപരമായ അദ്ദേഹത്തിൻ്റെ ആരാധനാ കർമ്മങ്ങൾ കൃത്യമാക്കുന്നു,
സിനിമയിൽ നല്ല രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ വ്യക്തിപരമായ രീതിയിൽ മാതൃകയാക്കാൻ പാകത്തിലാണ് ജീവിത കാഴ്ചപ്പാട് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സിനിമയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അങ്ങനെ അദ്ദേഹത്തെ മാതൃകയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല തന്നെയാണ് ഉത്തരം. നമ്മൾ സംസാരിക്കുന്നത് സാംസ്കാരിക രംഗത്തും സാമൂഹ്യ പശ്ചാത്തലത്തിലും ഇത്തരം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മാതൃകയാക്കാൻ പറ്റിയൊരു വ്യക്തി നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ എന്ന് ചുരുക്കം.